അടുത്തൊരു തറവാടി വീഡിയോയിലേക്ക് എല്ലാ തറവാടികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 1 ബ്ലോക്ക് സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ഒറ്റ ബ്ലോക്കിൽ നിന്ന് ഇത്രയും വലിയൊരു ഐലൻഡ് പോലെ ഉണ്ടാക്കി. അപ്പോൾ അത് കാണാത്തവർ നമ്മുടെ ചാനലിലുണ്ട്, ആക്കൊന്ന് കയറി നോക്കുക ഗൈസ്. ഒരു മരം വളർന്നു നിൽക്കുന്നുണ്ട്, നമുക്കതിനെ വെട്ടിക്കൂട്ടാം. ബേസിക്കലി ഞാൻ സർവൈവൽ സീരീസും നമ്മുടെ 1 ബ്ലോക്ക് സീരീസും മാറി മാറി ഇടാനാണ് വിചാരിച്ചത്. പക്ഷേ സർവൈവൽ സീരീസിൽ ഇടാൻ പറ്റിയ കണ്ടൻറ്റൊന്നും റെഡി ആയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. എന്താ ഗൈസ്, കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വേണ്ടേ? നാലെണ്ണല്ലേനോ? അപ്പം അയ്യോ പോലെ ഇവിടെയാണ് വെള്ളം വരേണ്ടത്. നമുക്ക് ഞാൻ വെള്ളം എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ നമുക്കെല്ലാം റെഡിയാവുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം ഗൈസ്. ഇത് തീർന്നു. ഇതിപ്പോൾ 1 2 3 4 ഇതാണല്ലോ 4 വരിക. 3 4 5 ആയിപ്പോയില്ല. അപ്പം ഇവിടെയാണ് നമുക്ക് കുഴി വേണ്ടത്. ഇതെടുത്ത് മാറ്റാം, ബക്കറ്റ് എടുക്കാം, എന്നിട്ട് വെള്ളം എടുത്ത് ഇവിടെ പാരാം. എന്നിട്ട് അവിടെ വെക്കാനുള്ള ഡർട്ട് കയ്യിലില്ല. സോ നമുക്ക് അവിടെ നിന്ന് ഒരു ഡർട്ടം കുളിച്ചെടുക്കാം. മതി. ഇപ്പം സെറ്റല്ലേ? അതെ ഗൈസ്. ഇനിയിപ്പോൾ ഇത് എത്ര ടിൽറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. അതാവട്ടെ, അപ്പോഴത്തേക്ക് നമുക്കൊരു ശവലുണ്ടാക്കാം. ശവൽ ഗൈസ്, അതുമാതിരി ഇന്നലെ ഇട്ട ഷോർട്സിന് വലിയ വ്യൂസ് ഇല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യൂസ്, അതിൻ്റെ മുന്നത്തെ ഷോർട്സിനൊക്കെ വ്യൂസ് ഉണ്ട് തന്നെ കൊണ്ട് നമ്മൾ മനഃപൂർവ്വം കാണാണ്ടിരിക്കുന്നതാണോ? ഇതൊന്നും ചെയ്യല്ലേ ഗൈസ്, പാവല്ലേ ഞാനും. മച്ചു എനിക്കിവിടുന്ന് ബേസിക്കലി അടിക്കാം. ഇങ്ങോട്ട് പാടാ, നായിണ്ടാ പോണേ. എവിടെ ഇപ്പം 2 പൂളായി ഗൈസ്. എൻ്റെ ഒരു മറ്റേ ഇതില്ലേ, എന്തായാലും തൊണ്ടവേനല്ല, കിച്ച് ഇതുവരെ മാറിയിട്ടില്ല ഗൈസ്. നമുക്ക് ആ ബ്രൗൺ കളർ സാധനം പൊട്ടിച്ചാലും ഇതന്നെയാണ് കിട്ടുക. കഴിഞ്ഞ വീഡിയോയിൽ അതുപോലെ ഏതോ സുര എന്ന് പറഞ്ഞ ഒരാൾ റീസ്പോൺ ഉണ്ട് പറഞ്ഞിട്ട് അയച്ചിരുന്നു. താങ്ക് യു ബ്രോ ഫോർ ദ ഇൻഫർമേഷൻ. ആകെ 5-6 കമൻറ്റ് ഉള്ളു, അതിനെക്കൊണ്ട് ഞാനെല്ലാം ശ്രദ്ധിക്കാറുണ്ട് ഗൈസ്. ആ കുഞ്ഞിക്കോഴി വലുതാവട്ടെ, അതിനിപ്പോൾ തച്ച് വന്നിട്ട് ഒരു ഉപകാരമില്ല. അല്ലെങ്കിലും ഉപകാരമില്ല, അവൻ ചാവും. അത് പണ്ടാരം അത് തിന്നാൽ പോയിസൺ അടിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് കോഴീനെ കൊണ്ട്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ ഗൈസ്. കുറേ നേരെ ചെസ്റ്റ് വന്നിട്ട് എന്ന് പറയാൻ നിൽക്കലേ, ഇപ്പോഴേക്ക് അടുത്ത ചെസ്റ്റ് വന്നു ഗൈസ്. നമുക്ക് ഇപ്പം കിട്ടിയ വിത്ത് എല്ലാം കുഴിച്ചിടാം. നമുക്ക് പംകിൻ സീഡ് കിട്ടിയിട്ടുണ്ട്, പൊട്ടറ്റോ, 2 ക്യാരറ്റ്. അതുപോലെ നമുക്ക് ഇതൊരു 4 എണ്ണം കിടക്കട്ടെ ഗൈസ്. 4 അത് ഞാൻ കുഴിച്ചിട്ടു. ഇതിങ്ങോട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ബ്ലോക്കൊക്കെ വെച്ച് അതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം.
ഇനിയിപ്പോൾ അത് നമ്മളെ ഇങ്ങനെ വെച്ചാലും ഓരോ തൊല്ലകൾ തരും നോക്കി ഇതൊക്കെ ഇവിടെയൊക്കെ കുഴിച്ചിടാം. ഗൈസ് ഇടയും മറ്റേ സാധാ ലാൻഡ് വരിയില്ല, എല്ലായിടത്തും ഫലഭൂയിഷ്ഠത വന്നിട്ടുണ്ട്. ഒരൊറ്റ ഷീപ്പും കൂടി ആയിരുന്നെങ്കിൽ നമുക്ക് നൈറ്റും കൂടി സർവൈവ് ചെയ്യാനുള്ള സാധനമായിരുന്നു. ശവല് ഞാൻ വിചാരിച്ച് പൊട്ടിയില്ല. അടുത്ത ബെഡ്റോക്ക് എന്താ വരാത്തത്? ഇപ്പോൾ കുറച്ച് നേരമായല്ലോ ഗൈസ്. നെക്സ്റ്റ് ലെവൽ എന്താവാത്തേ? ഓൾറെഡി ഞാൻ നെക്സ്റ്റ് ലെവലാണ്. ഗൈസമാരി നമുക്ക് മൈൻക്രാഫ്റ്റിൽ മാത്രം ഒതുക്കണ്ട, ബാക്കിയുള്ള ഗെയിമൊക്കെ കളിക്കാം. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഇതിൻ്റെ മുന്നത്തെ ഹാർഡ് കോർ സീരീസ് പറഞ്ഞിരുന്നു. എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ വലിയ സ്പെക്കുള്ള ഐറ്റംസ് ഒന്നും അല്ല. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. സോ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഭാവിയിൽ ഗൈസ് അടുത്ത ബെഡ്റോക്കായി. അതിൻ്റെ മുകളിൽ നടക്കട്ടെ. ഇനിയിപ്പോൾ കോബിൾ സ്റ്റോണൊക്കെ കിട്ടിയായിരിക്കും. ഒരു ഗ്ലാസ് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യം വരും. ബക്കറ്റ് അങ്ങ് മരം കുഴിച്ചിടാം ഗൈസ്. ബിർച്ച് ബ്ലോക്ക് കുറച്ചെണ്ണുണ്ട്. ഗൈസ് ബ്ലോക്ക് അപ്പിയറൻസ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് കണ്ടുപിടിക്കുക ഗൈസ്. അയൺ ഓറൊക്കെ ഇനി കിട്ടുമെന്നാണ് പറയുന്നത്, നോക്കാം. ഇവിടെ ഒരു ബിർച്ച് ഇവിടെ, ഒരു ബിർച്ച് ഇവിടെ, ഒരു ബിർച്ച് ഇവിടെ. മതി. ബാക്കിയുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിൽ 10 മുട്ടയോ എന്തിനൊക്കെ എന്താക്കനെ. അയ്യാ ഗൈസ് നമുക്കിനി പിക്കാക്സ് ഉണ്ടാക്കണം. നമുക്ക് ഇതങ്ങ് ഫുള്ളായിക്കളെ. ഞാൻ നമ്മളെ ഹാർഡ് കോർ സീരീസ് പറഞ്ഞിരുന്ന ഇതും കേസ് 3 ആ സാധനത്തിൻ്റെ ഇത് എനിക്ക് എപ്പോഴും കിട്ടില്ല. നിങ്ങൾക്ക് നന്നായി ഐഡിയ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാം ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്കെല്ലാം സ്റ്റോണിൻ്റെ കളികളാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കോബിൾ സ്റ്റോണ് വാരിയിട്ട് നമുക്ക് വേണ്ട ബേസിക് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഗൈസ് കുറച്ച് കോൾ കിട്ടി. അയണ് ഗൈസ് 2 അയണ്, ഗ്രാവൽ, കുറച്ച് ബേസിക് ശവലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഗൈസ്. ഗ്രാവലൊക്കെ കയറി വരുന്നുണ്ട്, ഗ്രാവൽ ഫുഡ്. അപ്പോൾ അതൊക്കെ ഉള്ളതിനെ കൊണ്ട് നമുക്ക് കുറച്ച് ഇത് സ്റ്റോണിൻ്റെ ഈ ഒരു ഇതെപ്പോഴാണോ ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റോൺ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വരുമ്പോൾ നമുക്കത് നിർത്താം ഗൈസ്. മഷ്റൂം കൗ എനിക്ക് ഒന്നാന്തേ കിട്ടുമോ? ഗൈസ് നമ്മൾക്ക് ബക്കറ്റില്ലേ, ബക്കറ്റ് കൊണ്ട് വാ. ഹായ് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു, അതാണ് ഞാൻ കട്ട് ചെയ്തത്. നമുക്ക് പാല് അൺലിമിറ്റഡ് ആയിട്ട് കുടിക്കാം. മഷ്റൂം കൗവിൻ്റെ പാലിന് വേറെ കളറൊന്നുമല്ല അല്ലേ ഗൈസ്? ഈ സാധാ കവും മഷ്റൂം കവും തമ്മിലുള്ള വ്യത്യാസം എന്താ ആർക്കെല്ലാം അറിയൂ? നമുക്ക് ഗൈസ് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി. എനിക്കൊരു ഡൗട്ട്, ഇതിനകത്തിവിടെ അങ്ങനെ വെച്ചാലും വർക്കാവും. പിക്കാക്സ് ഓൾറെഡി ഉണ്ട്. ഒരു ആക്സ്, ഒരു ശവല്, ഒരു സ്വാഡ്, തൂമ്പ, കൊടാലി. അയ്യോ ഇപ്പം 2 എണ്ണമായല്ലോ. അതേട്ടെ നമുക്ക് ഇതെടുത്ത് ഇതിനകത്ത് വെക്കാം. ഒരു സോഡ് എക്സ്ട്രാ ഉണ്ട്, നമുക്കത് ആവശ്യം പോലെ ഉപയോഗിക്കാം അല്ലേ? അയ്യോ
ഗൈസ് ഇപ്പോൾ സ്പീഡുണ്ടോ? നമുക്കിനി പറക്കാം. അങ്ങനെയല്ല, നല്ല സ്പീഡ് കുയിക്കാം. ഇതിങ്ങനെ മാറുന്ന നേരം നമുക്ക് അതിനനുസരിച്ച് ടൂള് മാറ്റാം. നമുക്ക് ജാവയൊക്കെ ആണെങ്കിൽ നമ്മൾ PC-ലാണല്ലോ കളിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ആ ബട്ടർ ഞെക്കി കൊടുത്താൽ മതി പെട്ടെന്ന്. യെസ്, 2 മഷ്റൂം കവായി. സോ നമുക്ക് വേണമെങ്കിൽ ഇനി മഷ്റൂം കവിനെ ബ്രീഡ് ചെയ്യാൻ തോന്നും. ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊന്നുമില്ല. ഇത് കുഴിച്ചിടാം ഗൈസ്. ബാക്കിയൊക്കെ നമുക്ക് 2 അയൺ കിട്ടിയില്ലേനോ. അപ്പോൾ നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാം. ഫർണസ്, കോള്, നമുക്ക് അതിനകത്ത് അയൺ കുക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ബാക്കി കുഴിക്കാം. കുണ്ടി കാട്ടി പോയി ഏച്ചി പട്ടി. ഇനിയിപ്പോൾ നമുക്ക് അധികം ഗ്രാസ് ബ്ലോക്ക് കിട്ടുന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഗ്രാസ് ബ്ലോക്കിന് കഷ്ടപ്പെടും. സോംബി 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 സോംബി. ഗൈസ്, നമ്മുടെ കളി ഒന്നുകൂടി ടഫായി. ഇനിയിപ്പോൾ ഇതിനകത്ത് സോംബി സ്പോണാവും. ബേസിക്കലി ഗൈസ്, അടപടലം മൂച്ചി. ഈ തൊണ്ട കുത്തി പറിക്കുന്ന ഗൈസ്. എന്താ ഫ്രഞ്ച് അടിക്കുന്ന പോടാ. ഓരോ വൃത്തികേട്. അയ്യോ, അപ്പോൾ ഇത് ഡയറക്റ്റ് എന്തിനാ സാധനം? ഇത് ഇപ്പോൾ വന്നു പോയത് ഡർട്ട് കളറുള്ള സാധനം എന്തായാലും. ഗ്രാനൈറ്റ്. ഇത് ഏത് കാട്ടത്തെ ഗ്രാനൈറ്റ് ആണെങ്കിൽ നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. ഒരു കണ്ടിന്യൂസ് തള്ളിയിട്ടാലോ? ഒന്ന് നോക്കാൻ തള്ളിയിടാം ഗൈസ്. കോഴി എന്താ വലുതാകത്ത്? എനിക്ക് ഒരു KFC അടിക്കണം. കുറേ ആയി അടിച്ചിട്ട്. ഗൈസ്, 3 അയണായി. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ഇതിൻ്റെ അത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മുയല് അതാ പോയി മണ്ടൈ. അയ്യോ, തറവാടിക്ക് വയസ്സായി ഗൈസ്. വയസ്സായി മീൻസ് കുറേയാണ്. ഫുള്ളിക്ക് തൊണ്ടത്തിൽ കുത്തി പറിക്കുന്നത്. എന്നാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും വീഡിയോ ഇടുന്നത് നിർത്തൂല എന്ന് വെച്ചിട്ടാണ്. 3 എണ്ണായി. എവിടെയാ എന്താക്കാനാ? ഇതാണ് യെസ് ഡയറക്റ്റ്. പേര് കാണിക്കുന്നില്ല അവിടെ. അത് ഇൻവെൻട്രി പോയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പിക്കാക്സ് ഓട്ടുന്നവരെ നമുക്ക് വൈൻ ചെയ്യാം. പാഞ്ഞടിക്കാലോ. നമുക്ക് ബേസിക്കലി ചെറിയൊരു ഫാം സെറ്റാക്കാം. അതും പ്രത്യേകിച്ചൊന്നുമില്ല. ഇതും പൊട്ടിക്കാം. അതിനകത്ത് എഗ്ഗ് കോഴി മുട്ടേനോ എന്താ? സ്ഥലം ലേറ്റ്.
അപ്പം റെഡിയാക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും കുഴിച്ചിടാനുണ്ടോ? പംകിൻ ഞാൻ വലുതായിട്ട് കുഴിച്ചിടുന്നില്ല, കാരണം കുഴിച്ചിട്ടിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ സോംബി വന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ വരൂലേ? പക്ഷേ ആ സാധനത്തിന് പേരിടുന്നില്ലല്ലോ. സ്കെലിട്ടണൊക്കെ വരൂലേ? അതായത് ഗെയിം ടഫായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കുഴിച്ചിട്ടില്ലല്ലേ, അത് സെറ്റാക്കാം. ക്ലേ ഇവിടെ കിടക്കട്ടെ. പിന്നെ ഈ കുറച്ച് ബ്ലോക്കുള്ളത് ഇവിടെ വെക്കട്ടെ. ഇത് വേണ്ട, ഇത് വേണ്ട. മുട്ട ഇവിടെ ജസ്റ്റ് ഓക്കെ. നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴിച്ചിടാം. ഇതൊക്കെ വലുതായാലേ നമുക്ക് ഈ പശുമ്പകളെ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പം മോപ്സും കൂടി വന്നു കഴിഞ്ഞാൽ കളി കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ്ങും ടഫുമാവും, ചാവാനുള്ള സാധ്യതയും കൂടും. നമുക്കൊരു സ്മോക്കറും ഉണ്ടാക്കാം. ഒരു പോലെ സ്മോക്കർ ഉണ്ടാക്കാം. ആദ്യം ഒരു ഫർണസ് ഉണ്ടാക്കി ഒരു സ്മോക്കർ അതിപ്പോൾ എന്താ വെക്കുക? ലേശം ചൂടുണ്ട് ഗൈസ്, അത് കുക്കാവും. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഈ ചൂടാണ് ഇവിടുത്തെ ഫ്യൂവല്. ആ ഫ്യൂവല് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ കുക്കാവുന്ന വരെ ആവട്ടെ. ഈറ്റുങ്ങളെവിടെയും പൂട്ടിയിടണം ഗൈസ്, പൂട്ടിയിടേണ്ട സമയമായി. ഗ്യാസ് ബ്ലോക്ക് ഇനി അധികം ഉപയോഗിക്കണ്ട, നമുക്കിനി വുഡ് ഉപയോഗിക്കാം. ഇത് മതി. നമുക്ക് ഇങ്ങോട്ടേക്ക് അല്ലാണ്ട് ഫാമിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. എന്താണ് മറ്റേ ഓക്കെ ഗൈസ്. നമുക്കിനി ഇവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നമുക്കിവിടെ ആക്കി നമ്മുടെ പശുക്കളെല്ലാം മാറ്റാം. പശുക്കളെയും പിന്നെ ആനിമൽസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനും കൂടി ഒരുമിച്ച് വെക്കണം ഗൈസ്. വേറെ ഇനിയിപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ഒന്നും ആക്കാൻ വയ്യ. പിന്നെ ഈ ഒരു ഒറ്റ വുഡ് കൊണ്ട് നമുക്ക് 4 ഓക്ക് കിട്ടും. ഓക്ക് പ്ലാങ്ക്സ് ഓക്ക് പ്ലാങ്ക്സ് കിട്ടും ഗൈസ്. അപ്പോൾ അതൊന്നും വലിയ വിഷയമില്ല. ഇത്ര വലിപ്പം പോരെ? ഇത് മതി. ഇത് വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്തൂല, ലേശം മുന്നോട്ട് പോവാ. എന്നിട്ട് അവിടുന്ന് ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കണം. സോ അത്യാവശ്യം വേണ്ടി വരും. മതി, നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഉണ്ടാക്കാം. അപ്പുറം എത്തുമോ? ഇല്ല, എത്തൂലേ? നമുക്ക് അബ്ബ മാത്രം പിന്നിടാം ഗൈസ്. ഇത് ശരിക്കും ഓവറാണോ ഗൈസ്? ഇത്ര വലിപ്പം വേണോ? ഇല്ല, നമുക്കിനി ഭാവിയിലും ആനിമൽസിനൊക്കെ വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇല്ലേ, നമുക്ക് ഓരോന്നിനും ഓരോ വരി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റിസോഴ്സിനൊന്നും ഇപ്പോൾ വലിയ വിഷയമില്ല, വലിയ ദാരിദ്ര്യമില്ല ഗൈസ്. നമുക്കൊരു ഹണി ഇതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മാരം പൊളിക്കാൻ പറ്റൂല. നമുക്ക് എന്താ ഹണീൻ്റെ ആവശ്യത്തിന് ഹണി ആയെങ്കിലും നമുക്ക് ഇനി ബ്ലോക്ക് പൊളിക്കാൻ പറ്റൂല. അല്ല, ബ്ലോക്ക് മീൻസ് ട്രീ പൊളിക്കാൻ പറ്റൂല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയും ഒരു
എൻ്റെ അവനായി. അപ്പോൾ നമുക്കൊരു ചാലഞ്ചിലൂടെ ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ ഗായ്സ്, തറവാടി ഗെയിമർ ഈ ഒരു തറവാടി വീഡിയോ കണ്ട എല്ലാ തറവാടികൾക്കും താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ നാളെ. ചിൽ ദെൻ ബൈ.